ഡോക്ടർ മോഹൻ വർഗീസ് ഡോക്ടർ മോഹൻ വർഗീസ്, പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടിക്കളയണം എന്നതാണോ തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട്? അതിന്റെ ഭാഗമാണോ ഈ ഒഴിവാക്കൽ? പൊന്നു കായ്ക്കുന്ന മരമാണ് ശശി തരൂർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കായ്ഫലം ആർക്ക് അനുഭവവേദ്യമാകും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കോൺഗ്രസിന് അനുഭവവേദ്യമാകേണ്ട തരൂർ എന്ന റിസോഴ്സ്, റിച്ച് ആൻഡ് വൈബ്രന്റ് റിസോഴ്സ്, അത് ബി ജെ പിക്കാണോ ഇപ്പോൾ അനുഭവവേദ്യമാകുന്നത് എന്ന ഒരു തർക്കമാണ് ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നത്. നോക്കൂ, ശശി തരൂരിന്റെ സെലക്ഷന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ട്. അതങ്ങനെയാണ്. തീർച്ചയായും ഭരണപക്ഷം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം കണ്ടു. അതേപോലെ തന്നെ അതേ ശ്വാസത്തിൽ എനിക്ക് പറയേണ്ടി വരും, അതിൻ്റെ പിന്നിൽ ഒരു ഔചിത്യബോധവും കണ്ടു. ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയമെല്ലാം മാറ്റി നിർത്തിയാൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു ഇന്ത്യയുടെ മുഖമായി, ഓൾറെഡി അറിയപ്പെടുന്ന ഇന്ത്യയുടെ മുഖമായി അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന നമ്പർ 1 റിസോഴ്സ് ശശി തരൂറാണ് എന്ന് ബി ജെ പിക്ക് പറയാം, കോൺഗ്രസിന് പറയാം, ഇടതുപക്ഷങ്ങൾക്ക് പറയാം, ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ശശി തരൂർ ഗെറ്റ്സ് പിക്ഡ് ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഇതിൻ്റെ ഔചിത്യബോധം കൂടി പരിഗണിക്കുമ്പോഴാണ് ആ സെലക്ഷന് പിന്നിലെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാകുന്നത്. എന്താണ് ഔചിത്യബോധം? ശശി തരൂർ ഡസ് നോട്ട് ബിലോങ് ടു ബി ജെ പി, ഭരണകക്ഷിയുടെ ഭാഗമല്ല, ഭരണമുന്നണിയുടെ ഭാഗമല്ല. അപ്പോൾ ശശി തരൂരിനെ സെലക്ട് ചെയ്യണം എങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊറോഗേറ്റീവാണ്. സെലക്ട് ചെയ്തോളൂ. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. വി ഹാവ് ഓൾറെഡി സെലക്ടഡ് ശശി തരൂർ ഇൻ എൻ എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റി. എന്തുകൊണ്ടാണ്? അദ്ദേഹം പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാനാണ്. ആ ഒരു ഘട്ടത്തിൽ അത് മാത്രമല്ല, അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പരിചയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ ക്ലാസ്സിൽ പെടുത്തിയല്ല ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ആരെ കൂടിയാണ് വേണ്ടത്? കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാം. ഓൾറെഡി തരൂർ ഇസ് പിക്ഡ്. ആരെയൊക്കെയാണ് വേണ്ടത് ചോദിക്കാം, ഘടകകക്ഷികളോട് ചോദിക്കാം. അങ്ങനെ ഞങ്ങൾ ആകെ 40 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന കക്ഷികൾക്ക് നിങ്ങളുടെ നിലവിലുള്ള അംഗസംഖ്യ അനുസരിച്ച് ഒരു കോട്ട നിശ്ചയിക്കുമ്പോൾ ഇന്ന നമ്പേഴ്സാണ് വരുന്നത്, പറഞ്ഞുകൊള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഔചിത്യബോധമുണ്ടായിരുന്നു. ഇത് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന ഒരു പ്രതീതി ലോകത്തിന് മുമ്പിൽ ജനിപ്പിക്കാൻ ഒരു അന്തരീക്ഷം ഒരുക്കാൻ ഗവൺമെന്റിന് ചുമതലയുണ്ട്. അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെറിയ തോതിൽ പാളിച്ച പറ്റി. പക്ഷെ തരൂറിന്റെ സെലക്ഷൻ യാതൊരു രീതിയിലും ഒരു അസംബന്ധ നാടകമല്ല. കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കോൺഗ്രസിനോട് കൺസൾട്ട് ചെയ്തിട്ട് വേണമായിരുന്നു. കോൺഗ്രസിന്റെ ലിസ്റ്റിൽ അദ്ദേഹം പെട്ടില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർ അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതൊന്ന്. 2, ഉണ്ടാകേണ്ട മറ്റൊരു പേരുണ്ടായിരുന്നു. അത് തീർച്ചയായും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പേരായിരിക്കില്ല. പക്ഷേ മുൻകാല പരിചയം വെച്ചുകൊണ്ടാണെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി സർവകക്ഷി സംഘത്തിന്റെ ഒരു ഭാഗമാകേണ്ടതാണ്. ദേശഭക്തിയും ദേശീയതയും ഭരണകക്ഷിയുടെ മാത്രം കുത്തകയല്ല, പ്രതിപക്ഷത്തിന്റെ കുത്തകയാണ്. നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ചില റിസർവേഷൻസ് ഉണ്ടാവും ബി ജെ പിക്ക്. മുൻകാലങ്ങളിൽ അമേരിക്കയിൽ നടത്തിയ ചില പരാമർശങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ നടത്തിയ ചില പരാമർശങ്ങളിൽ ഇന്ത്യ വിരുദ്ധതയുണ്ട് എന്ന ആരോപണം ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉയർത്തി. അപ്പോൾ അതൊരു വലിയൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി നിൽക്കുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയല്ല, പ്രതിപക്ഷ നേതാവ് എന്ന തസ്തികയാണ് ലോകം കാണുന്നത്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്താൽ ഇന്ത്യ വിരുദ്ധമായ ഒരു പരാമർശം ഈ സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി വെളിയിൽ ചെന്ന് അമേരിക്കയിലോ ബ്രിട്ടനിലോ യൂറോപ്യൻ സമൂഹത്തിലോ എവിടെയെങ്കിലും ആകട്ടെ ചെന്ന് ഇന്ത്യ വിരുദ്ധമായ, ഇന്ത്യയുടെ ഔപചാരിക പൊസിഷന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തിട്ട് തിരിച്ചു വന്ന് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം തുടരാനാവുമോ? ഇതൊക്കെ ഔചിത്യബോധം തന്നെയല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിക്കും അല്ലല്ല ഡോക്ടർ മോഹൻ വർഗീസ്, അതായത് ഈ താങ്കൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും പരിശോധിച്ചാൽ ഇന്ത്യയുടെ താല്പര്യം, രാജ്യത്തിന്റെ താല്പര്യം എന്നൊക്കെ പുറമേ പറയുമെങ്കിലും ഈ പ്രതിനിധി സംഘത്തെ നിശ്ചയിച്ച കേന്ദ്ര സർക്കാരിനും പ്രതിനിധി സംഘത്തിലേക്ക് പോകേണ്ടതാരെന്ന് പട്ടിക നൽകിയ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും ഒരേപോലെ അവരുടെ രാഷ്ട്രീയം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നല്ലേ? ഔചിത്യം എന്നുള്ളത് താങ്കൾ ഒരു ഭംഗിവാക്കെ ഉപയോഗിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം പ്രവർത്തിച്ചു എന്നല്ലേ? ഉറപ്പായും രാഷ്ട്രീയമാണ് ശ്രീ ഗോപികൃഷ്ണൻ. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഏത് നയവും, വിദേശകാര്യ നയമാണെങ്കിൽ പോലും അതിന് പിന്നിൽ ഹിഡനായ രാഷ്ട്രീയമുണ്ട്. ഉണ്ടാകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം.
കാരണം വിദേശകാര്യ നയത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ രാജ്യം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പ്രതിനിധി സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണം എന്നത് അതിന്റെ തിയററ്റിക്കൽ പാരഡൈം മാത്രമാണ്. പ്രാക്ടിക്കലി ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് നോക്കൂ. പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യമാണ്. ആ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിൽ ഭരണകക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി, ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ആരാണ്? ഷാഡോ ക്യാബിനറ്റ്, ദ ഗവൺമെന്റ് ഇൻ വെയിറ്റിംഗ്. അതാണ് പറയുക ഷാഡോ ക്യാബിനറ്റ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല എങ്കിൽ പോലും ഒരു ആലങ്കാരികമായി പറയാം, രാഹുൽ ഗാന്ധിയാണ് ഗവൺമെന്റ് ഇൻ വെയിറ്റിംഗിന്റെ അധ്യക്ഷൻ. അപ്പോൾ ഇന്ത്യയുടെ നയമാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെയോ മുന്നണിയുടെയോ നയമല്ല, പ്രതിപക്ഷത്തിന്റെ നയമല്ല, മറിച്ച് ഭാരതത്തിന്റെ നയമാണെങ്കിൽ കക്ഷികളെല്ലാം ഒന്നാണ്. ഇത് സർവകക്ഷി സംഘം, അവർ പാർലമെന്റ് അംഗങ്ങൾ മാത്രം, ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ മാത്രം. അങ്ങനെയെങ്കിൽ 40 പേർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ലോട്ട് ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായും ശശി തരൂർ ലോട്ട് ഉണ്ടാകേണ്ടതാണ്. ജോൺ ബ്രിട്ടാസ് എം പിക്കുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം.